വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ സെഹിയോൻ സൗജന്യ ഊട്ടുശാല ഒരുക്കി ബാലരാമപുരം വിശുദ്ധ സെബസ്ത്യാനോസ് ഫൊറോന തീർത്ഥാടന ദേവാലയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നെയ്യാറ്റിൻകര രൂപതയുടെ കീഴിൽ വരുന്ന സെൻറ്റ് സെബസ്ത്യാനോസ് ബാലരാമപുരം പള്ളിയുടെ കീഴിൽ ഒരു മനോഹരമായ കുരിശടിയുണ്ട്. അവിടെ 50 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ സെബസ്ത്യാനോസ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഒത്തിരി അന്യമതസ്ഥരും മതസ്ഥരായവരുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 50ാം വാർഷികത്തിന് തികവിലാണ് ഈ വരുന്ന ഡിസംബർ 13, 14, 15. അതിൻ്റെ ഭാഗമായി ഇടവക ജനങ്ങളുടെ പൊതുവായ ഒരു തീരുമാനമായിരുന്നു ഒരു നന്മ പ്രവൃത്തി ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടവകയിലും പുറത്തും അകത്തുമുള്ള അശരണരായവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റിയാൽ അതിൽ കൂടുതൽ വലിയ പുണ്യം മറ്റൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് സെഹിയോൻ ഊട്ടുശാലയെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു അന്നം വിതരണം നമ്മുടെ ഇടവ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പ്രകാരം ഇന്നേ ദിവസം ഡിസംബർ മാസം 1-ാം തീയതി ആ ഒരു കർമ്മം ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രയത്നിച്ച സഹകരിച്ച ഇടവകയിലുള്ള എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും ഇനിയുമുള്ള ഓരോ ദിവസത്തേക്കുള്ള യാത്രയിൽ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കരുതലും കൂടെ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്ന ഏറ്റവും വലിയ ഉദാത്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടവക ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് മുതിർന്നിരിക്കുന്നത്. ഇവിടെ ലഭ്യമാകുന്ന ആഹാരം ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കുകയും ആർക്ക് വേണമെങ്കിലും ആഹാരം കൊണ്ടുവയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ പാദത്തിൽ വന്നാൽ, വിശുദ്ധൻ്റെ കീഴിൽ വന്നാൽ ആരും വിശന്ന് പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയ ഈ പുണ്യപ്രവൃത്തി വരും നാളുകളിലും ഈ ഇടവക ജനങ്ങളുടെ സഹായത്തോടെ തുടരും എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടവകയിലെ 26 യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിൽ നിന്നും ഓരോ ദിവസം ഓരോ യൂണിറ്റുകളിൽ നിന്നും പൊതിച്ചോറുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് നടത്തുന്നത്. ഈ പദ്ധതിയിൽ 26 യൂണിറ്റുകളും അതുപോലെ തന്നെ KCYM ഭക്തസംഘടനകൾ ഇതെല്ലാവരും ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നുണ്ട്. GTV ന്യൂസ്, ബാലരാമപുരം.